നമസ്കാരം ടീച്ചർമാരെ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മൊബൈൽ വെരിഫിക്കേഷൻ പോർഷൻ ട്രാക്കറിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചില ബെനിഫിഷ്യറീസിന് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ OTP വരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യറീനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത നമ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ നമ്പർ എങ്ങനെ മാറ്റാം ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറ്റവും പുതിയ വേർഷൻ 21.7 ആണ്. ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ വരിക. മീത അംഗൻവാടി വർക്കർ, താഴെ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ. അപ്പോൾ അംഗൻവാടി വർക്കർ MPIN പാസ്വേഡ് ബേസ്ഡ് ലോഗിനാണ്. അപ്പോൾ അത് അമർത്തിയിട്ട് വേണം നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജ് വരും. താഴെ വേർഷൻ 21.7 നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും പുതിയ വേർഷനാണ്. അപ്പോൾ അതിൽ ഈ അപ്ഡേറ്റിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് വരാം, ഫേസ് റെക്കഗ്നൈസേഷൻ, അതേപോലെ KYC ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതിൻ്റെ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ വെരിഫിക്കേഷൻ എല്ലാവരുടെയും ചെയ്യേണ്ടതുണ്ട്, ആ ബെനിഫിഷ്യറീസിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. അതായത് കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അതേപോലെ MPIN അടിച്ചിട്ട് ലോഗിൻ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ നമുക്ക് ഏറ്റവും പുതിയ വേർഷൻ താഴെ കാണാം. അപ്പോൾ നമുക്കിനി ലോഗിൻ ചെയ്യാം. യൂസർ നെയിമും അതേപോലെ മൊബൈൽ നമ്പറും MPIനും കറക്റ്റായി അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ആദ്യം സിങ്കിങ് ഒക്കെ വരും. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മൊബൈൽ വെരിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് തുറന്ന സമയത്ത് ഇങ്ങനെയാണ് വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെരിഫൈ മൊബൈലിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് അമർത്തുക. വെരിഫൈ മൊബൈലിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അൺവെരിഫൈ ആയത്, ഈ സെൻറ്ററിൽ അൺവെരിഫൈ ആയ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കാണും. കുട്ടികളുടെ പേര്, അതിൻ്റെ കൂടെ തന്നെ നമ്പറും കാണുന്നതായിരിക്കും. ഓരോ കുട്ടികളുടെയും പേര്, അവരുടെ കൂടെ താഴെ നമ്പർ, ഇവിടെ വെരിഫൈ നൗ എന്ന് പറഞ്ഞിട്ടും കാണാം. അപ്പോൾ ആ പേരുള്ള കുട്ടികളുടെ നമ്പറാണ് നമ്മൾ പോർഷൻ ട്രാക്കറിൽ കൊടുത്ത നമ്പറായിരിക്കും അടിയിലുണ്ടാവുക. നമ്മൾ നമ്പർ പ്രൈവസി കാരണമുള്ളതുകൊണ്ട് നമ്പറൊന്നും കാണിച്ചിട്ടില്ല. പേര് അതിൻ്റെ കൂടെ നമ്പറും ഉണ്ടാവും, വെരിഫൈ നൗവും കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ എക്സാമ്പിളിന് ഇതിൽ കുറേ പേരുണ്ട്. ഇതിൽ നമ്മൾ ഈ പേരും അതേപോലെ നമ്പറും ഒരു ബെനിഫിഷ്യറി ടൈപ്പോ അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലൊന്നും അല്ല വരുന്നത്, നോർമലായിട്ടൊരു ബൾക്കായിട്ട് വരുന്നു. ഈ ഓർഡർ പക്ഷേ എല്ലാ വട്ടവും ഒരേപോലെ ആയിരിക്കും. ഇതിപ്പോൾ അടുത്തോട്ടെടുത്താൽ ഈ ഓർഡറിനായിരിക്കും. ഇപ്പോൾ നമുക്കതിൽ ദീക്ഷണവ് അതേപോലെ മൃതിക വയോമി എന്ന് കണ്ടല്ലോ. അപ്പോൾ അതിൽ മൃതിക എന്ന് പറഞ്ഞ നടുവിലത്തെ ആ കുട്ടിയുടെ നമ്മൾ വെരിഫൈ നൗ കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ വെരിഫൈ നമ്മൾ അമർത്തി അവിടെ അമർത്തി കഴിഞ്ഞാൽ എങ്ങനെ വരും, മൊബൈൽ നമ്പറും റിക്വസ്റ്റ് OTP വരും. അപ്പോൾ മൊബൈൽ നമ്പർ വന്നു, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, പോർഷൻ ട്രാക്കർ രജിസ്റ്റർ ചെയ്ത നമ്പറായിരിക്കും ഇത്. റിക്വസ്റ്റ് OTP കൊടുത്തു. OTP കൊടുത്ത സമയത്ത് ഒരു OTP അവരുടെ മൊബൈൽ നമ്പറിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ ഈ ബെനിഫിഷ്യറി ചെയ്യുന്ന സമയത്തുള്ള നമ്പറായിരുന്നു ഇത്. ഈ നമ്പർ ഇപ്പോൾ ആ ബെനിഫിഷ്യറി മാറ്റിയിട്ടുണ്ട്. ഈ നമ്പറല്ല ഇപ്പോൾ ഉള്ളത്. ഈ നമ്പർ തുടങ്ങുന്നത് കണ്ടോ, 92.0 വെച്ചിട്ടാണ്. ഈ നമ്പറല്ല, ബെനിഫിഷ്യറി ആ നമ്പർ മാറ്റി. അപ്പോൾ നമ്മൾ ഈ വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആ OTP പോലും അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണം. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും വെരിഫൈ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ അവർക്ക് കറക്റ്റ് OTP ആ നമ്പറിലേക്ക് പോകുള്ളൂ, നമുക്ക് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ മാത്രമല്ല, ചിലരുടെ ഓൾറെഡി മൊബൈൽ നമ്പർ OTP വരാതിരിക്കും. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അവരുടെ പ്ലാൻ എക്സ്പയർ ആയതുകൊണ്ട്, റീചാർജ് ചെയ്യാതെ പ്ലാൻ എക്സ്പയർ ആയത് ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP പോവില്ല, മെസ്സേജ് വരാത്തതുകൊണ്ട്. പിന്നെ ചിലരുടെ മെസ്സേജ് ഫുള്ളായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ OTP പോവില്ല. ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തും റെയറായിട്ട് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട്. കുറേ പേരെന്താ വെച്ചാൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടി ആദ്യം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ നമ്മൾ പഴയതിലേക്ക് തന്നെ പോകും. വീണ്ടും ബാക്ക് അടിക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് ബെനിഫിഷ്യറീസിലാണ് പോകേണ്ടത്. ബെനിഫിഷ്യറീസിൽ പോവുക. ആ കുട്ടി വരുന്ന ചിൽഡ്രൻ 3 to 6 അവിടെ അമർത്തുക. ആ ചിൽഡ്രൻ 3 to 6 ആ കുട്ടീനെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. മൃതിക എന്നാണ് പേര്. അപ്പോൾ നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൃതിക എന്നുള്ള പേരുള്ള കുട്ടിയുടെ കാണാൻ പറ്റും. ഇത് പിന്നെ ആൽഫബറ്റിക് ഓർഡറിലാണല്ലോ വരുന്നത്. അപ്പോൾ മൃതിക MV എന്നുള്ള പേര് കണ്ടുമല്ലോ. ആ പേര് നമ്മൾ ജസ്റ്റ് തൊട്ടുകഴിഞ്ഞാൽ, ആ മൃതിക MVയുടെ അവിടെ പേര് തൊട്ടുകഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അവിടെ കണ്ടു, ആധാർ നമ്പർ വെരിഫൈ ആയിട്ട് 2 ടിക്ക് കണ്ടു. മൊബൈൽ നമ്പർ വെരിഫൈ എന്നാണ്. അപ്പോൾ വെരിഫൈ ആയിട്ടില്ല. വെരിഫൈ ആയിട്ട് 2 ടിക്ക് ആണ്. നമുക്ക് ആ വെരിഫൈയിൽ ഒന്ന് അമർത്തി നോക്കാം. വെരിഫൈയിൽ അമർത്തുന്ന സമയത്ത് ഇവിടെ റിക്വസ്റ്റ് OTP എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ മൊബൈൽ നമ്പർ മാറ്റണം, എന്നിട്ടാണല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ സൈഡത്തെ 3 കുത്തും, മൃതിക MVയുടെ സൈഡത്തെ 3 കുത്ത് അമർത്തിയിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കണം. അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, ആധാറൊക്കെ വെരിഫൈ ആയതുകൊണ്ട്. ഇവിടെ വെച്ചിട്ട് മൊബൈൽ നമ്പർ ഓൾറെഡി കിടക്കുന്ന നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചിട്ട് പുതിയ മൊബൈൽ നമ്പർ ഏതാണോ അവരുടെ ഇപ്പോഴത്തെ നമ്പർ അത് അവിടെ കൊടുക്കുക. അത് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് തെറ്റില്ലാതെ കൊടുക്കുക. പിന്നെ നമുക്ക് ചിലപ്പോൾ OTP പോകാത്തവിടെ മൊബൈൽ നമ്പർ തെറ്റായതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് കൺഫേം ചെയ്യണേ. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ സബ്മിറ്റ് ചെയ്ത്, കാരണം മുമ്പ് ചെയ്യുന്ന ഇതാണ് റെസിഡൻറ്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാതിരുന്ന ഇങ്ങനെ മെസ്സേജ് വരും, റെസിഡൻറ്റ് ടൈപ്പ് പെർമനൻ്റ് എന്ന് കൊടുക്കണം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് അപ്ഡേഷൻ പ്രോഗ്രസ് എന്ന് കാണും.
ഇനി ഇത് അപ്ഡേറ്റ് ആയി വരണം. ഇതിൽ അപ്ഡേറ്റ് ആകാൻ വലിയ ടൈമൊന്നും എടുക്കില്ല. ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് മീതെ 2-3 വട്ടം റിഫ്രഷ് അടിക്കുക. മീതെ റിഫ്രഷ് ബട്ടൺ 2-3-4 വട്ടം അടിക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും മൃതിക എംവിയുടെ പേരില്ലേ അവിടെ തൊട്ട് നോക്കി നോക്കാം. മൃതിക 2-3-4 വട്ടം റിഫ്രഷ് അടിച്ച് മൃതിക എംവിയുടെ അവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് കണ്ടോ ഇപ്പോൾ 89 തുടങ്ങി. നേരത്തെ വേറെ നമ്പറായിരുന്നു, അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്നും ഇതേ പറഞ്ഞ പോലെ ഈ വെരിഫൈ അമർത്തിയിട്ട് നമുക്ക് ഈ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈൽ നമ്പർ ഇനി ഇവിടെ റിക്വസ്റ്റ് OTP കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കറക്റ്റ് വൃത്തിയിൽ ശരിക്ക് ചേഞ്ച് ചെയ്തു. അവിടെ വിളിച്ചു വെച്ചിട്ട് ഈ നമ്പറാണ് ചെക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ OTP നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ OTP വരുന്ന സമയത്ത് അവർ ഓൾറെഡി മുമ്പേ വിളിച്ച് പറയണം. കാരണം ഇതിന് 5 മിനിറ്റ് സമയമായിരിക്കും ഈ OTP അടിക്കാനുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് മുമ്പേ വിളിച്ച് പറഞ്ഞാൽ അവർ തയ്യാറാക്കിയിരിക്കണം. ആ OTP വന്ന സമയത്ത് 4 അക്ക ഡിജിറ്റ് ആയിരിക്കാം. 4 അക്ക ഡിജിറ്റ് OTP കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ OTP എന്ന് കൊടുത്തതിനാൽ നമ്മുടെ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കേസ് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കാരണം കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റുന്നില്ല, കാരണം മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്ഡേറ്റ് പ്രൊഫൈൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കൂടി ചിലർക്ക് അത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ടൊരു വീഡിയോ തന്നെ എടുത്ത് ചെയ്തത്. നമുക്ക് മൊബൈൽ നമ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, അധികം സമയം എടുത്തില്ല, പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ OTPക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ തരുന്ന OTP കറക്റ്റായിട്ട് അടിച്ചിട്ട് മൊബൈൽ വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടില്ലേ അവിടെ ആധാർ നമ്പർ അവിടെ മൊബൈൽ നമ്പർ നേരെ 2 പച്ച ടിക്ക് വരും. അതേപോലെ തന്നെ നമ്മൾ ഡാഷ്ബോർഡ് തുടങ്ങുന്ന സമയത്ത് വെരിഫൈ മൊബൈൽ എന്ന് കണ്ടുവല്ലോ, അവിടെ ആ ലിസ്റ്റ് അമർത്തുന്ന സമയത്ത് ആ ലിസ്റ്റിൽ നിന്ന് ഈ ബെനിഫിഷ്യറിയുടെ പേര് പോയിട്ടുണ്ടാവും. കാരണം ഇത് ഓൾറെഡി വെരിഫൈ ആയല്ലോ. ഇങ്ങനെ 2 കാര്യം നോക്കിയിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ഒരു ബെനിഫിഷ്യറിയുടെ വെരിഫൈ ആയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ OTP കിട്ടി, നമ്മൾ ആ 4 അക്ക ഡിജിറ്റ് OTP തെറ്റാതെ അവർ പറഞ്ഞൊന്ന് കറക്റ്റായിട്ട്, അഥവാ കറക്റ്റ് ആ 4 ഡിജിറ്റ് കറക്റ്റ് തെറ്റാതെ തന്നെ അടിക്കണം. അതിനുശേഷം വെരിഫൈ OTP കൊടുക്കുക. വെരിഫൈ OTP കൊടുത്തതിനാൽ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മൊബൈൽ വെരിഫിക്കേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് 2 സ്ഥലത്ത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ബെനിഫിഷ്യറീസ് തന്നെ എടുക്കാം. ബെനിഫിഷ്യറീസിൽ നമുക്കറിയാം 326 പറഞ്ഞ ഇതിൽ ആ കുട്ടി വരുന്നത്. അപ്പോൾ സ്ക്രോൾ ചെയ്യുക, അക്ഷരമാല ആൽഫബറ്റിക് ക്രമത്തിലാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് കാണാം. എന്താണ് മൃതിക MV. ആ കുട്ടിയുടെ അവിടെ പേരിൻ്റെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ ആധാറിൻ്റെ അതേപോലത്തെ മൊബൈൽ നമ്പറിൻ്റെ നേരെ 2 പച്ചട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതേപോലെ തന്നെ നമുക്കിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഡാഷ്ബോർഡിൻ്റെ തുടക്കം, അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ വെരിഫൈ മൊബൈൽ ഉണ്ട്. അപ്പോൾ വെരിഫൈ മൊബൈൽ തൊട്ട് നോക്കിക്കുക. വെരിഫൈ മൊബൈൽ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ കുട്ടിയുടെ പേര് നമുക്ക് കാണുന്നില്ല. മുമ്പ് ദീഷ്ണവും വയോമിക്ക് ഇടയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ പേര് ഇപ്പോൾ കാണുന്നില്ല, കാരണം അത് വെരിഫൈ ആയതുകൊണ്ടാണ് ആ പേര് പോയിരിക്കുന്നത്. നേരത്തെ അതേ ക്രമത്തിൽ തന്നെയാണ്, ആ പേരില്ല. നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ദീഷ്ണവും വയോമിക്ക് ഇടയിലായിരുന്നു മൃതിക ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കുട്ടിയുടെ പേര് കാണുന്നില്ല. കണ്ടോ, ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. ഇപ്പോൾ കണ്ടോ ആ കുട്ടിയുടെ പേര് കാണുന്നില്ല, ആ കുട്ടിയുടെ പേര് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം, നോർമലായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നല്ലോ, അതും കൂടി നോക്കി നോക്കാം. അപ്പോൾ വേദിക രാകേഷ് 85-4 വെച്ച് തുടങ്ങുന്ന നമ്പറാണ്. ആ കുട്ടിയുടെ നമ്പർ വെരിഫൈ ചെയ്യുന്നത് സിമ്പിളാണ്. ഇവിടെ വെരിഫൈ നൗ എന്ന് പറഞ്ഞത് അമർത്തുക, നമ്മൾ ചെയ്യുന്ന പോലെ. കാരണം നമ്മൾ നമ്പറൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ അമർത്ത് റിക്വസ്റ്റ് OTP കൊടുക്കുക. റിക്വസ്റ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ OTP പോവും, കറക്റ്റായിട്ട് OTP പോവും. ആ OTP കറക്റ്റായിട്ട് അടിച്ച് കഴിഞ്ഞാൽ വെരിഫൈ ആയിക്കോളും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ OTP വരുന്നില്ല, ഒന്നുമില്ല അവർ റീചാർജ് ചെയ്യാത്തതുകൊണ്ടൊക്കെ ആവാം, അല്ലെങ്കിൽ മെസ്സേജ് നിറഞ്ഞുകൊണ്ടാവാം. അപ്പോൾ OTP കറക്റ്റ് അടിച്ചു കൊടുക്കുക, വെരിഫൈ OTP കൊടുക്കുക. വെരിഫൈ OTP എടുത്തു കഴിഞ്ഞാൽ കണ്ടോ അതും കറക്റ്റായി. ഇനി മൊബൈൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഈ കാര്യങ്ങൾ മാത്രമല്ല, നമ്പർ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ അതെല്ലാവർക്കും ഈ മൊബൈൽ വെരിഫിക്കേഷൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് നമ്പറൊന്നും ചേഞ്ചിൽ നേരിട്ട് ഇവിടെ വെരിഫൈ മൊബൈൽ എടുത്തിട്ട് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് അവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ ആ കുട്ടിയുടെ പേരും കാണുന്നില്ല. അദ്രിജിയുടെ താഴെയായിരുന്നു വേദിക എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ പേരുണ്ടായില്ല, കാണുന്നില്ല, കാരണം അത് വെരിഫൈ ആയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്നുണ്ടോ അദ്രിജിയുടെ താഴെ, ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി വേദിക ഉണ്ടായിരുന്നു. ആ പേര് ഇപ്പോൾ കറൻ്റ്ലി ഇതാണ് സ്റ്റാറ്റസ്, ഇപ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെയും പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ വെരിഫൈ ആയി. അപ്പോൾ ഈ മൊബൈൽ വെരിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്